So guys, get ready for the vlog. Come on. Hello guys, welcome back to your video. So, നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് മ്യൂസിയമിലോട്ട് പോവുകയാണ്. നമ്മുടെ ഗ്രാൻഡ് മ്യൂസിയം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കാലം പഠിച്ചൊക്കെ നമ്മൾ നാളെ ഇന്ന് എക്സാം എഴുതാൻ പോകും. നേരെ പറഞ്ഞ ഒരു പറയാട്ടോ. സോ ആ മുന്നത്തെ കാര്യം ഞാൻ ചെയ്തതാണ് പ്രിപ്പറേഷൻ ഫോർ എക്സാം എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്, അറിയത്തില്ല. ഓക്കെ, സോ നമ്മൾ അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഇപ്പം റെഡി ആയിട്ട് നമ്മൾ ഗ്രാൻഡ് മ്യൂസിയത്തിലോട്ട് പോകുന്നതായിരിക്കും. സോ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ മീൻ ലൈക്ക് നമ്മുടെ ഊബർ ഒക്കെ ആയിട്ട് നമ്മുടെ ഗ്രാൻഡ് മ്യൂസിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഗ്രാൻഡ് മ്യൂസിയത്തിലെത്തി. നമ്മൾ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ എടുത്തിരിക്കുന്നത്. സോ ടിക്കറ്റ് എക്സ്പെൻസ് വാസ് കുറച്ച് കൂടുതലായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. നമ്മുടെ കന്നാവട്ടി അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് മ്യൂസിയത്തിലോട്ട് പോവാണ്. സോ എന്താ അറിയത്തില്ല. സോ നമ്മളിപ്പോൾ കണ്ട സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്തൊക്കെ ഐ മീൻ ലൈക്ക് 6 days നമ്മൾ എന്തൊക്കെ ട്രാവൽ ചെയ്തോ ആ ട്രാവൽ ചെയ്തൊക്കെ മിക്ക സാധനങ്ങളും ഇവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. സോ നമുക്ക് പോവാം. സോ ഇത് നമ്മളത് കണ്ടതല്ലേ ആദ്യത്തെ ദിവസം. സോ നമ്മൾ ആ കല്ലിനെ പറ്റിയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടത് കർണാക് ടെമ്പിളിലാണ്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയുവാണെങ്കിൽ ഇന്നത്തെ എക്സാമിന്റെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയുവാണെങ്കിൽ അത് ഒറ്റക്കല്ലിലാണ് പണിഞ്ഞിരിക്കുന്നത്. നമ്മള് എക്സാം ആണല്ലോ, നമ്മളെല്ലാം ഇത് ചെയ്യണം, പോയിന്റ് ചെയ്യണമല്ലോ. അതായത് ഈ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം എന്ന് പറയുന്നത് ഈ നമ്മൾ ഇന്നലെ പോയ പല സ്ഥലങ്ങളിലും കിട്ടിയ പല ഐറ്റങ്ങളും ഇവരിവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചേക്കുന്നു. അതാണ് ഈ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ. ഇതിപ്പോൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു മ്യൂസിയമാണിത്. അത് ഈ നാളൊന്നും ആയില്ല. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, എല്ലാ സാധനം കിട്ടിയ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുവച്ചു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഈജിപ്തിൽ എന്താ പറയുക, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ 4 മാസം കഴിഞ്ഞ് നമ്മൾ കണ്ട ദിവസവും ഇവിടുത്തെ ഡിസ്കവറി നടക്കുന്നേ ഉള്ളൂ. അപ്പം ഇനി അതൊരു വലിയ ഡിസ്കവറി ഇവിടെ ചെയ്യാൻ പോകുന്നുള്ളൂ. ഈ പിരമിഡിന്റെ ഉള്ളില് ഇപ്പൊ ഇന്നു രാവിലെ പറഞ്ഞ പിരമിഡിന്റെ ഉള്ളിൽ വലിയൊരു ഐലൻഡ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അത് അത് കണക്ട് ചെയ്തിട്ട് എന്തൊക്കെ കണക്ട് ചെയ്തിട്ട് അപ്പൊ അത് ഇവിടുത്തെ ഏറ്റവും വലിയ ആർക്കിയോളജിസ്റ്റ് പുള്ളിക്കാരൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ സെറ്റപ്പ് 2 ഏപ്രിൽ കഴിഞ്ഞിട്ട് ഇത് മൊത്തം ക്ലോസ് ആക്കിയിട്ട് ആ ഒരു പ്രോജക്റ്റിലേക്ക് ഇവർ പോകാനുള്ള പരിപാടിയാന്ന് പറയുന്നത്. അതോടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വേറെ ലെവലിലേക്ക് മാറുമെന്നാണ് അവർ പറയുന്നത്. ലെറ്റ്സ് സീ, നമുക്ക് കാണാം എന്തുവാണ്. ഇങ്ങനെ നമ്മൾ ഗ്രാൻഡ് മ്യൂസിയത്തിന്റെ അകത്ത് കയറി. കൊറേ എൻട്രൻസ് ഉണ്ട്. ഏത് എൻട്രൻസിലേക്ക് കയറണം എന്നറിയാതെ ഞങ്ങളിവിടെ ബുക്ക്ലെറ്റ് നോക്കി നിൽക്കുന്നു. ഞങ്ങൾ ഗൈഡിനെ എടുത്തില്ല, തനിയെ പോയി. ഞങ്ങൾ സ്വയം ടാസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ആദ്യമേ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ ഈ സംഭവമൊക്കെ കിട്ടും. നമ്മളപ്പോൾ നമ്മൾ ഫസ്റ്റ് തീം പാത്ത് ഉണ്ട്, സ്റ്റാർ ഒബ്ജക്ട് പാത്ത് ഉണ്ട്. ഞങ്ങളൊന്ന് ഡീകോഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പോയ സ്ഥലങ്ങളാണ്. സോ ഇവിടെ ഗീസ പിരമിഡൊക്കെ ഉണ്ട്, ഇവിടെ മോഡലൊക്കെയാണ് കേട്ടോ. നമ്മളെ ഗാലറിയിലോട്ട് വരണം. സോ ലെറ്റ്സ് ഗോ. അവിടെ പോകുന്നുണ്ട് ചാട സാധനം, ചാടച്ചേച്ചി. ഇതാണ് പാപ്പറസ്. ഇതെന്തായിരുന്നു അതിന്റെ? ഇത് പാപ്പറസ് അല്ലല്ലോ, ഇത് മറ്റേതല്ലേ? ഇതും പാപ്പറസ് പ്ലാന്റ്. ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? പാപ്പറസ് പ്ലാന്റിന്റെ നമ്മൾ മേളിൽ നിന്ന് താഴെ തുടങ്ങാനുള്ള പ്ലാനാണ്. സോ നമ്മൾ മേലോട്ട് കയറുവാണ്.
മേളോട് കയറുവാണ്. എടാ റോമൻ അതാണ് ന്യൂ കിങ്ഡം, മിഡിൽ കിങ്ഡം. ഓടും പറയണ്ടേ കറക്റ്റ്. അവരെ ഇങ്ങനെ ആ കാലത്ത് ഭക്ഷിക്കുന്നതുള്ള ശരിക്കും പറഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ അന്നത്തെ ഹണീൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആയിരുന്നു അവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരന്ന് ഹണ്ട് ചെയ്ത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ എന്ത് ചെയ്യുന്നറിയോ, ഇവർക്ക് ആനിമൽസിനെയൊക്കെ കൊന്ന് തിന്നാനുള്ള ഇതായി, അതായത് മൃഗങ്ങളെല്ലാം കൊന്ന് തിന്നാനുള്ള സംഭവം. അവരുടെ ഡൈജഷൻ സിസ്റ്റത്തിന് അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. മൃഗങ്ങളെ കൊന്നും ആദ്യ കാലങ്ങളിൽ അവർ ഫിഷിനസിനൊക്കെ ഉപയോഗിച്ചത്. പക്ഷേ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ മൃഗങ്ങളെയൊക്കെ കൊന്ന് തിന്നാൻ തുടങ്ങി. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംബന്ധം അറിയാം, അവർക്ക് ഈ നൈൽ നദി ഇവർക്ക് കിട്ടി ആ സമയമാകുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെ വെള്ളം കിട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ലാൻഡിൽ ഇവർ കൃഷി ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് അവർ മൃഗങ്ങളെ കൊന്നും പിന്നെ മീൻ തിന്നും ഒക്കെയാണ് ജീവിച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് കൾട്ടിവേഷൻ ചെയ്യാൻ അവർ മൃഗങ്ങളെ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാൻ ഉപയോഗിച്ചു. പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി, മീനെ പിടിക്കാൻ തുടങ്ങി ലാൻഡിൽ നിന്ന്. അപ്പോഴത്തെ അവരുടെ ഡൈജഷൻ സിസ്റ്റം അങ്ങനെയായി അവരെ. ഇത് മനസ്സിലായി. ഇത് ഒരു ബിഫോർ, അതായത് 500 വർഷങ്ങൾക്ക് മുമ്പ്, 600 വർഷങ്ങൾക്ക് ആയപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, ലാൻഡ് കണ്ടുപിടിക്കുകയും അതിനകത്തിൽ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും തുടങ്ങി. അങ്ങനെയാണ് അവരുടെ ഡൈജഷൻ സിസ്റ്റം. അങ്ങനെ ഈജിപ്ഷ്യൻ്റെ ഡൈജഷൻ സിസ്റ്റം വർക്കൗട്ട് ചെയ്ത് അങ്ങനെയാണ്. അപ്പം ആ ഫോട്ടോ എന്ന് പറയുന്നത് ഇവര് ആഫ്റ്റർ ലൈഫില് ആൾക്കാർ മരിച്ചു ഈ ടൂമിന്റെ സൈഡില് ഇവരെന്ത് ചെയ്യും, മീനിനെ കൊണ്ട് സ്ലോട്ടർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ലൈഫിൽ ഇവർക്ക് അതേ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് വിശ്വാസമാണത്. അപ്പം ഇങ്ങനെ മീറ്റാണ് അവരുടെ എനർജി സോഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ. അപ്പം ഈ ഓഫർ ചെയ്യും മരിച്ചു കഴിഞ്ഞിട്ട് ആഫ്റ്റർ ലൈഫ് കഴിഞ്ഞിട്ട് ഇവർക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി മീനിനെ സ്ലോട്ടർ ചെയ്യും. അതാണ് ആ ഫോട്ടോ. സ്റ്റോൺ ടൂൾസ് ആണ്, എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മറ്റേ സ്റ്റോൺ ഏജിലൊക്കെ സ്റ്റോൺസിനെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കുക, ഷാർപ്പ് ചെയ്തിട്ട് കാർവ് ചെയ്ത് അതിനെ സ്റ്റോൺ ടൂൾസ് ആകുന്നത് കണ്ടോ. നല്ല രസമാണ്. നമുക്ക് ഇങ്ങനെ ഓരോ കണ്ട് തീരുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ മോഡേൺ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. സോ മോഡേൺ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ മാലയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. സോ ഇത് കണ്ണാടിയാണ് കണ്ടോ, ഇത് കണ്ണാടിയായിരുന്നു പഴയ കാലത്ത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാണ് പിന്നെ ഈജിപ്തിന്റെ മൊത്തം അപ്പർ ഈജിപ്റ്റ്, ലോവർ ഈജിപ്റ്റ്, ഈജിപ്റ്റ് മാപ്പാണ്. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോർ ഇത്രയല്ല, ഇനിയും കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ മൊത്തം നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് അതിൻ്റെ രസം പോകും. സോ നിങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളും വേറെ ഉണ്ട്. സോ അപ്പർ ഫ്ലോറിലും ഞാൻ ഒരു രസം കാണിച്ചു, ബാക്കി യു ഹാവ് ടു കം ആൻഡ് വിസിറ്റ് ആൻഡ് സീ. അത്ര നമുക്ക് ഫസ്റ്റ് നോക്കാം. സോ ഓരോ ഇത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മോഡേൺ ഏജും ലൈക്ക് കുറച്ച് ഡെവലപ്പ് ആവുന്ന മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഇത് പറയുമ്പോൾ ഇത് കല്ലറയാണ്. പിന്നെ ഇത് പറഞ്ഞാൽ ഇതായിരുന്നു അന്ന് പിന്നെ മമ്മീസ് ഇത് ചെയ്യുന്ന സമയത്ത്, മമ്മിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഓർഗൻസ് ഇതൊക്കെ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഓ അടിപൊളി. ചാർജ് തീരുന്നുണ്ട് ഗൈസ്, അതെന്താ അറിയത്തില്ല, നമുക്ക് ചാർജ് തീരുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. സോ ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് എൻ്റെ വരും. എന്നാലും ഞാൻ പറയുകയാണ്, ഇത്ര ഉള്ള ഇതിനെക്കടിക്കുള്ളുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ. സോ ഞാൻ ഇമ്പോർട്ടൻറ്റ് വീഡിയോസിന് വേണ്ടി ഞാൻ വീഡിയോ എടുത്തു വെക്കുന്നതായിരിക്കും. സോ യാ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ പിന്നെ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. സോ പിന്നെ എൻ്റെ സംസാരം ഇപ്പോൾ കുറവായിരിക്കും, പിന്നെ ഞാൻ പറഞ്ഞോളാം. ഓക്കെ,
അല്ല അതിന്റെ ആ ഒരു ഇത് വേണ്ട എന്റെ വകയിലെ വല്യപ്പനല്ലേ കിടക്കുന്നുണ്ടോ പുള്ളിക്ക വലിയ ആളായിരുന്നു. അവളെല്ലാം ഇതൊക്കെ മൂടി വെച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാം. ഞങ്ങൾ ഈജിപ്തിൽ കേരളത്തിൽ നിന്ന് വന്ന പുള്ളിക്കാരനെ ആ പേരൊന്ന് പറഞ്ഞ ചേച്ചി, പേരൊന്ന് പറഞ്ഞേ. This is Tomb Chapel of Kunanda Hotop. ഏതോ രാജാവിന്റെ ടോമാണ്. Hotop. I guess KH മറ്റേ സൈലന്റ് ആയിരിക്കും. പൊത്തം. I guess. ഇത് തുട്കാമുന്റെ സ്ഥലമാണ്. അവരുടെ ഗാലറി. ഗാലറി CBSE എത്ര ക്ലാസ്? CBSE 12th class 12th പീപ്പിൾ ഇവർ ഇംഗ്ലീഷിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു. എനിക്കറിയത്തില്ല. എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുക. ടുൻഗ്രാമിൻ്റെ 2 ബ്ലോക്ക് ഉണ്ട്. ആ 2 ബ്ലോക്കിൻ്റെ അടുത്ത് നമ്മൾ കണ്ടത് മമ്മിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെയ്യുന്ന റാപ്പ് ചെയ്യുന്ന തുണിയാണ് ഇത് കാണിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ടുട്ടൻഖാമന്റെ എന്തോ ഒരു കോഫിൻ പോലത്തെ സംതിങ് ഐ ഗെസ്. ഇതെൻ ടുട്ടൻഖാമന്റെ ആണ്. അപ്പോൾ ഇതിന്റെ നടുക്ക് ഒരു ഗോൾഡ് പ്ലേറ്റിംഗ് പോലൊരു സംഭവമുണ്ട്, ഗോൾഡ് ബാൻഡ്. അതൊക്കെയാണ് ടുട്ടൻഖാമുൻ മരിച്ചു വരുന്ന സമയത്ത് പുള്ളിക്കാരന്റെ തലയിൽ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്. കോഫിനുള്ളിൽ ഒരു മാസ്ക് പോലെ സംതിങ് ഉണ്ടായിരുന്നു. അത് ദാറ്റ് വാസ് മെയ്ഡ് വിത്ത് പ്യുവർ ഗോൾഡ്. അതാണ് ആ ബോക്സിന്റെ ഉള്ളിൽ. നമുക്ക് നോക്കാം. ടുട്ടൻഖാമുന്റെ ഇതാന്നാ പറഞ്ഞിട്ട്. അത് വരും. ഇതുണ്ട് കാർട്ടർ സ്കെച്ചിങ് ഓഫ് ലേയേഴ്സ് ഓഫ് ടുട്ടൻഖാമുൻസ് മമ്മി. കാർട്ടേഴ്സ് സോറി, ഞാൻ നിക്നെയിം കൊടുത്തേക്ക കാർട്ടർ. ആള് വരച്ചതാ. സ്വർണ്ണങ്ങളാ അത്. അപ്പാ അയാളെ ബോഡിക്കകത്ത് എവിടൊക്കെ സ്വർണ്ണങ്ങളുണ്ടെന്നാണ്. ഒബ്ജക്ട്സ് ഇതൊക്കെ കാണാൻ പറ്റുന്ന സ്വർണ്ണങ്ങളുണ്ട്. So he had three hearts. ഇയാളുടെ ദേഹത്ത് എത്ര ലെയർ ഓഫ് ലിനൻ ഉണ്ടായിരുന്നു? 64 162 right? കൈ ഏതാണ്ട് കയ്യല്ലേ സാധനം. ആഫ്റ്റർ ലൈഫ് അവര് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇത്രയും സ്വർണ്ണം ഉണ്ടായിരുന്നു ടുട്ടൻഖാമുന്റെ ദേഹത്ത്. അങ്ങനെ ഈ ഓരോ ബോക്സിലും ആയിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ടുട്ടൻഖാമുൻ നിന്ന് കണ്ടുപിടിച്ച ജ്വല്ലറീസ്, അതായത് ഗോൾഡ് പറഞ്ഞത് അതാണെന്നാണ് അവർ കാണിക്കുന്നത്. ടുട്ടൻഖാമുന്റെ ഇതാണ്
സോ ടുട്ടൻഖാമുന്റെ എന്തൊക്കെ ഉണ്ടെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ കുറച്ച് പഠിച്ചത് ടുട്ടൻഖാമൻ ഒരു ബോക്സിലായിരുന്നു വെച്ചത്. ഓരോരോ ബോക്സ് ആയിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് ബോക്സ്. ഇത് ഫസ്റ്റ് ബോക്സിന്റെ ഒരു ഗേറ്റ് ആണ്. സോ ഇറ്റ്സ് എ ഗേറ്റ് മീത് ഒരു ബോക്സിനകത്ത് ഇങ്ങനെ ചെറിയ 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 ബോക്സ് ആയിട്ട് വെച്ചേക്കും. ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് ഇതിനകത്ത് കൂടെയാണ് ഇതിനകത്ത് വെച്ചിട്ടാണ് അതിന്റെ അകത്ത് വേറെ ബോക്സ് വെക്കുന്നത്. സോ ഇതിപ്പോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്താണ് വേറെ നമുക്ക് ബോക്സ് വെക്കുന്നത്. സോ ഇത് ഓരോന്നോരോന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ബോക്സ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുട്ടൻഖാമിനെ അടക്കിയത് ഒരു ബറിയൽ ചേംബർ ഉണ്ടല്ലോ. ഈ ചേംബറിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ലേയേഴ്സ് ഓഫ് ഇതായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ബോക്സസ് പോലത്തെ ഒരു സംഭവമാണ്. അതിന്റെ ആദ്യത്തെ ബോക്സ് ആണ് ഗോൾഡൻ കാണിച്ചത്. ഇത് രണ്ടാമത്തത്. ഇതിന്റെ ഉള്ളിൽ വേറെ ഒരെണ്ണമുണ്ട്, അതാണ് ഇത്. അങ്ങനെ ഇത് 3ആയി. അടുത്തത് 4ാമത്തെ ബോക്സ് ആണ് അത്. അങ്ങനെ 4 ബോക്സിലാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഭവമാണ് കോഫിൻ. ഈ 4 ബോക്സിന്റെ ഉള്ളിൽ ആ ഒരു കവറിങ് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതാണ് ഈ ടുട്ടൻഖാമിന്റെ ഈ കോഫിൻ. ഈ കോഫിൻ കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലാണ് വേറൊരു കോഫിൻ. ഇത് ഔട്ടർ കോഫിൻ, ഇതിനകത്തിന് മിഡിൽ കോഫിൻ, ഇന്നർ കോഫിൻ. അത് കഴിഞ്ഞിട്ട് അയാളെ തല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വേറെ ഓരോരോ ലെയറിലാണ് ടുട്ടൻഖാമിനെ അടക്കിയിരിക്കുന്നത്. പുള്ളിക്കാരന്റെ മമ്മി വെച്ചേക്കുന്നത്. ഇതാണ് മിഡിൽ കോഫിൻ. ആദ്യത്തെ കോഫിൻ നേരത്തെ കാണിച്ചത്. ഇത് സെക്കൻഡ് മിഡിൽ കോഫിൻ. ഇതാണ് തേർഡ് കോഫിൻ, ഇന്നർ കോഫിൻ. അങ്ങനെ 3 കോഫിനും 4 ബോക്സും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലാണ് ടുട്ടൻഖാമിന്റെ മമ്മിയെ ബറി ചെയ്തത്. സോ അപ്പൊ നമുക്ക് ഞങ്ങൾക്ക് ഞാൻ ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ 3 ഇത് കഴിഞ്ഞിട്ടുള്ള ആ മാസ്ക് കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഗോൾഡൻ മാസ്ക് നമ്മള് നേരത്തെ കാണിച്ച സാധനം. സോ ഇതെല്ലാം ഗോൾഡ് ആണെന്നാ പറഞ്ഞത്. സോ ഗൈസ്, ഇത് പപ്പായറസിന്റെ സാധനം ചെടിയാണ്. ലൈക്ക് അതിന്റെ നമ്മളന്ന് കണ്ട പോലെ വരച്ചേക്കുന്നതാണ് പപ്പായറസിൽ. പിന്നെ വേറൊരു സംഭവമുണ്ട്, ആക്ച്വലി കേൾക്കാം. ഈ ഒരു സ്ഥലം ദിസ് ഇസ് കോൾഡ് അണ്ടർ വാട്ടർ സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കണ്ടുപിടിച്ചത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം ഇങ്ങനെ ചെവിയിൽ 2 സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെടുക്കുന്ന ആ വെള്ളത്തിൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് കേൾക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എന്തൊക്കെയോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞു. ബിക്കോസ് മറ്റേ ഫോണിൻ്റെ ചാർജ് ഒന്നും തീർന്നുപോയി. കുഴപ്പമില്ല. സോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിപ്പോൾ നമ്മൾ ബോട്ട് ഗാലറിയിലാണ്. സോ ബോട്ട് ഗാലറി നമ്മളിപ്പോൾ കറങ്ങുന്നത്. സോ നമ്മുടെ ബോട്ട് കാണിച്ചു തരാം. അതിൻ്റെ അതാണ് ശരിക്കുള്ള ബോട്ട്. പിന്നെ അതിനെനിക്ക് തോന്നുന്നു അവർ ഇങ്ങനത്തെ മെറ്റൽ പീസ് വെച്ചിട്ട് മെറ്റൽ റെപ്ലിക്ക ഉണ്ടാക്കി വെക്കുകയെന്ന് തോന്നുന്നു. ലുക്സ് ഗ്രേറ്റ്. സോ ഫോണിൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞത് ബിക്കോസ് ഞാൻ പറഞ്ഞില്ല നെറ്റിൻ്റെ പ്രശ്നം, നെറ്റല്ല സോറി ചാർജിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ചാർജ് തീർന്നു. സോ അവർ നടന്ന് അവിടെ പോകുന്നത്. സോ മേടി കൂടെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഹറിബറി ചെയ്യാം. ബിക്കോസ് 6:30 ആകുമ്പോൾ 6 o'clock ആകുമ്പോൾ തീരും. നമ്മൾ കുറേ നേരം അവിടെ മ്യൂസിയത്തിൽ കുറേ നേരമാണ്. അപ്പം എന്തായാലും നിങ്ങൾ വരുവാണെങ്കിൽ നേരത്തെ വരിക. എന്നിട്ട് നേരത്തെ വന്നിട്ട് ഒരു ഫുൾ ഡേ മാക്സിമം എനിക്ക് തോന്നുന്നു ഇവിടെ വേണമെന്ന് തോന്നും. സോ നമുക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ വ്യൂ. അടിപൊളിയല്ലേ? അവിടെ 2021 റീസെൻ്റ് ആകുമ്പോൾ കൊണ്ടുവന്നു. നമ്മൾ പിന്നെ നടന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പാപ്പിറസ് പ്ലാന്റ് ഇത് വേണ്ടി ഞാൻ കാണിച്ചായിരുന്നു. ഓക്കെ,
ഇതാണ് സാധനം. ഇത് ഞങ്ങൾ വെള്ളത്തിൽ എവിടെ നിന്നും കിട്ടുന്നത്. ഞങ്ങൾ കടയിൽ കയറിയപ്പോൾ സാധനം കണ്ടായിരുന്നു, പക്ഷെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോന്ന് കാണാൻ വേണ്ടി പറ്റില്ല. ഇത് വെള്ളത്തിൽ ഇതാണ് സാധനം. നമ്മൾ കണ്ട പൂളെല്ലാം ഇതേ ഡിസൈനിലാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാപ്രസ് ഓരോ എന്തിനു പറയുന്നേ പോള് പില്ലർ കോളംസ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട്